നമസ്കാരം. യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു സത്യം വ്യക്തമാണ്. ശത്രുവിന്റെ വെടിയുണ്ടകൾ തുളച്ചു കയറാത്ത കോട്ടകളെ പലപ്പോഴും തകർത്തത് സ്വന്തം രാഷ്ട്രീയ ഭയങ്ങളാണ്. അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന നേതാക്കൾക്ക് പോലും ഒരു ദിവസം സ്വന്തം നിഴലിനെ പോലും പേടിക്കേണ്ടി വരും. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതം അത്തരമൊരു വഴിത്തിരിവിന്റെ അരികിലാണെന്ന സൂചനകളാണ് മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ കൊണ്ടുവരുന്നത്. ഒരു കാലത്തെ യുദ്ധഭൂമിയിലെ ഓരോ നീക്കവും തന്റെ രാഷ്ട്രീയ വിജയമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു നെതന്യാഹു. സുരക്ഷയുടെ പേരിൽ കടുത്ത സൈനിക നടപടികൾക്ക് ജനപിന്തുണ നേടിയ അദ്ദേഹം പ്രതിസന്ധികളെ പോലും അധികാരത്തിന്റെ ഇന്ധനമാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം വ്യത്യസ്തമാണ്. ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളും വെടിനിർത്തൽ ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനനും പുതിയ വെടിനിർത്തൽ ധാരണയിലേക്ക് നീങ്ങുമ്പോൾ യുദ്ധം മാത്രം പരിഹാരമല്ല എന്ന സന്ദേശം കൂടുതൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രയേലും ലെബനനും ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണ്. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനികാക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. നിലവിലെ സംഘർഷം പരിഹരിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഇരു വിഭാഗവും സമ്മതിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മാസം സമാന രീതിയിൽ ഇരു വിഭാഗങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ധാരണകൾ മറികടന്ന് അതിർത്തിയിൽ കടുത്ത പോരാട്ടം തുടർന്നിരുന്നു. ഇറാനെ പിന്തുണച്ച് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ കഴിഞ്ഞ മാർച്ചിൽ ലെബനനെതിരെ തിരിഞ്ഞത്. പിന്നീട് ഇരുപക്ഷവും തമ്മിൽ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. തുടർന്ന് ലെബനനിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയില്ല എങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനെയും തങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് ഇറാൻ അറിയിച്ചിരുന്നു. തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തി വരുന്നതിനിടെ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ക്ഷുഭിതനായി സംസാരിച്ചിരുന്നു. ലെബനനിലെ ആക്രമണത്തെ തുടർന്ന് യുഎസുമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് എതിരാളികളല്ല, മാറുന്ന സാഹചര്യങ്ങളാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശക്തിയായി കണക്കാക്കിയിരുന്ന യുദ്ധരാഷ്ട്രീയം ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ പ്രതിരോധത്തിലാക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ചില സൈനിക നടപടികളോട് അതൃപ്തി പ്രകടിപ്പിക്കുകയും ലെബനനുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ നിയന്ത്രണം ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഭയം പലപ്പോഴും പരാജയത്തിന്റെ ആദ്യ സൂചനയാണ്. അധികാരം കൈവിട്ടു പോകുമെന്ന ആശങ്ക നേതാക്കളെ കൂടുതൽ ആക്രമണോത്സുകരാക്കുകയോ ചിലപ്പോൾ അപ്രതീക്ഷിത വിട്ടുവീഴ്ചകളിലേക്ക് നയിക്കുകയോ ചെയ്യും. ഇന്ന് നെതന്യാഹുവും ട്രംപും നേരിടുന്ന അവസ്ഥയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. യുദ്ധം നീട്ടിയാൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കും. സമാധാന ചർച്ചകൾ അംഗീകരിച്ചാൽ സ്വന്തം രാഷ്ട്രീയ അടിത്തറയിലെ കടുത്ത വിഭാഗങ്ങളുടെ വിമർശനം നേരിടേണ്ടി വരും. അതിനാൽ ഇന്ന് മിഡിൽ ഈസ്റ്റ് കാണുന്നത് ഒരു വെടിനിർത്തൽ ചർച്ചയുടെ കഥ മാത്രമല്ല, വർഷങ്ങളായി ശക്തിയുടെ പ്രതീകമായി നിലകൊണ്ട നേതാക്കൾ മാറുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം തന്റെ നിലപാടുകൾ സംരക്ഷിക്കാനാകുമെന്ന ചോദ്യത്തിന്റെ കഥ കൂടിയാണ്. അധികാരത്തിന്റെ കസേര ഇപ്പോഴും അവരുടെ കൈകളിൽ ഉണ്ടാകാം, പക്ഷെ അതിനെ ചുറ്റിപ്പറ്റിയിരുന്ന അജയതയുടെ പ്രതിച്ഛായയിൽ ആദ്യ വിള്ളലുകൾ വീണു തുടങ്ങിയെന്ന തോന്നൽ ലോകരാഷ്ട്രീയ നിരീക്ഷകരിൽ ശക്തമാവുകയാണ്.